മാല എങ്ങനെയുണ്ട്? അതേ സമയത്ത് അവരുടെ അമ്മേൻ്റെ അത്ത വാങ്ങിച്ചു കൊടുത്തതാണ്. ആൾ പെട്ടെന്ന് അമ്മ ചെറുതിൽ തന്നെ മരിച്ചുപോയി. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ. പക്ഷെ ഇന്നൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് നമ്മുടെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് വേറൊരു കുഞ്ഞ് വീഡിയോ നമ്മുടെ പഴയ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സിലു എവിടെയാണ്, ആ വീട്ടിലാണോ ഈ വീട്ടിലാണോ എന്നുള്ളതൊക്കെ. ആക്ച്വലി ഞാൻ എവിടെയല്ല, ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് എനിക്കിവിടെ തരാനുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ മിക്ക സാധനങ്ങളും ഉള്ളത്. അത് എന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജ്വല്ലറിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ ലീക്കായിട്ടുണ്ട് കുറച്ചനീ. അപ്പോൾ എനിക്ക് കുറച്ച് ബില്ലുകൾ കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ ദിവസമായില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേഷനും സംസാരവും ഒക്കെ. ഞാൻ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലൊന്നല്ല. ഞാൻ തന്നെ ആകെ മൊത്തത്തിൽ അതാ വീഡിയോ എന്തോ ആയി ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അത് പോയി. ഓക്കെ, അപ്പോൾ ആകെ മൊത്തത്തിൽ അലമ്പായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനെന്ത് മോട്ടിവേഷൻ തരാനാണ്, അങ്ങനത്തെ വീഡിയോസൊക്കെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ ഇടയ്ക്കൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമായിരുന്നു. ഇത് പിന്നെ നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിച്ചതിൻ്റെ കുറച്ച് ബില്ല് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ എനിക്ക് തപ്പിപ്പിടിച്ചെടുക്കാനൊരു ബില്ല് വേണം. അത് തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എന്താ ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് ഗുണം കിട്ടിയെന്നുള്ളതും പറയാം. വേഴ്സ്റ്റ് ഡിസിഷൻ എന്തായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടണോ, ബില്ല് കിട്ടി എന്നും പറയാം. എന്തിൻ്റെ ബില്ലാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതേതാ, ഓൾഡ് ഗോൾഡ് വിറ്റതിൻ്റെ ബില്ലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ട് വിൽക്കാൻ കുറച്ച് സമ്പാദ്യം ഉള്ളതുകൊണ്ട് പഠിച്ചോനെ എന്നെ കാത്ത് ഗൈസ്. ഇത് നമ്മുടെ റനക്കുട്ടിൻ്റെ നീറ്റ് കോഴ്സിന് വേണ്ടി ചേർക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ മോതിരം വിറ്റിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബില്ലാണ്. ഇതേതാ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അമ്മേൻ്റെ കൂടെയാണ് ഉംറയ്ക്ക് പോയി വന്നതിന് ശേഷം താമസം ഈ വീട്ടിലല്ല. ഈ വീട്, അതായത് നമ്മൾ പുതിയത് വാങ്ങിച്ച വീട്, അതായത് കഴിഞ്ഞ വർഷം വാങ്ങിച്ച വീട് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പണയത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 6 മാസം, അതായത് 11 മാസം എഗ്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീടെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് മന്താണ് ഓഗസ്റ്റ്. അപ്പോൾ ഈ മാസം നമുക്കത് അതിൻ്റെ ഇടപാട് കാര്യങ്ങളൊക്കെ തീർക്കണം. അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ റനക്കുട്ടീൻ്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കൂടെ വന്നപ്പോൾ ഞാൻ വീട് വിൽക്കാമെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അത് മാറിയിട്ടൊന്നുമില്ല, നമുക്ക് കുഴപ്പമില്ലാത്ത രീതിക്ക് കൊടുക്കാം. നമ്മൾ വീടൊക്കെ അത്യാവശ്യം പണിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശമായിരുന്നു. ബട്ട് നമ്മൾ മറ്റവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതെന്തായാലും അവരാരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുതല്ലോ. ആരെയും നമ്മളെന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. സോ അതിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ റെഡിയാക്കുന്ന തിരക്കിലും ഓട്ടത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന, അതായത് ഏറ്റവും നല്ലൊരു ഡിസിഷൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അത്ത മരിച്ചിട്ട് 3 വർഷത്തോളമായി. അപ്പോൾ അത്ത മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി മേലാൽ നിൻ്റെ ഫിനാൻഷ്യൽ ഒരു കാര്യങ്ങളും ആരുമായിട്ടും ഡിസ്കസ് ചെയ്യരുത്, ആരെയും അതിൽ. ഒരു സെക്കൻഡ്, കോൾ വരുന്നുണ്ട്. അമ്മ, ഹലോ. മഴ കൊണ്ടു, ശരി, ഓക്കെ, ശരി, ശരി. അതായത് ഞാനിപ്പോൾ വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാനിങ്ങനെ മഴ കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ 2 വീലറാണ്, ഹെൽമെറ്റ് ഉണ്ട്, ഡ്രസ്സൊക്കെ നനയും, അതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ചതാണ് മഴ കൊണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, അപ്പോൾ അത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മണി ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫണ്ട് ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടും കുറച്ച് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
സോ അതുവരെയുമുള്ള ഒരു 3 വർഷത്തിന് മുമ്പ് വരെയുള്ള എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളെന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തരുടെ കടങ്ങളുണ്ടായിരുന്നു, അത് വീട്ടിൽ കൊടുക്കുക, അവരുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഫണ്ട് ചോദിക്കുന്ന സമയത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. ബട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മളെന്താണെന്ന് പോലും നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പൈസ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തുള്ള കടങ്ങൾ കാര്യങ്ങളെല്ലാം വീട്ടിയിട്ട് റനക്കുട്ടിക്ക്, അതായത് റനക്കുട്ടി 9ാം ക്ലാസ്സിൽ ഉള്ള സമയത്തുള്ള ഒരു പക്കാ പ്ലാനിങ് ആയിരുന്നു. ബാക്കിയുള്ള ഷോപ്പിൻ്റെ ഒക്കെ വരുമാനം കൊണ്ട് റനക്കുട്ടി ഇതാവൂലേ +2 ആവുന്ന സമയമാകുമ്പോഴേക്കും കടങ്ങളൊക്കെ തീരും. ബാക്കി ഷോപ്പിൻ്റെ വരുമാനത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു വ്യാമോഹം എനിക്കുണ്ടായിരുന്നു. അതായത് റനക്കുട്ടീൻ്റെ അഡ്മിഷൻ, +2 കഴിഞ്ഞിട്ടുള്ള അവളുടെ മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരുടെയും പ്രോബ്ലംസൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ 3 വർഷം മുമ്പ് ഞാൻ എടുത്തൊരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ അതിന് എൻ്റെ അമ്മ കൂടെ ഒരു റീസണാണ്. കാരണം പൈസ അങ്ങനെ ഇങ്ങനെയും കൊണ്ട് കളയാതെ എന്തെങ്കിലും വാങ്ങി വെക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഗോൾഡ് ഒരുപാട് ഇട്ട് നടക്കുന്ന ആഗ്രഹമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഗോൾഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. മീൻസ് നമ്മുടെ അധ്വാനം എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വാങ്ങി വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇനിയിപ്പോൾ റനക്കുട്ടീൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഒന്ന് ആശ്വസിക്കാൻ പറ്റുന്നൊരു സംഭവം. ഞാൻ പറയാം, എൻ്റെ എല്ലാ ഗോൾഡൊന്നും വിറ്റിട്ടില്ല. ആരൊക്കെ പറഞ്ഞു നീ എല്ലാ ഗോൾഡും വിറ്റു എന്ന് പറഞ്ഞു, അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ആവശ്യം വരുമ്പോൾ കുറേശ്ശായിട്ട് വിൽക്കുമായിരുന്നു. ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. അതൊന്നും കാണിക്കലില്ല ആക്ച്വലി. ആദ്യത്തെ സ്വഭാവമൊക്കെ മാറ്റി. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, നല്ലത് മാത്രമേ ചിന്തിക്കുള്ളൂ എന്നുള്ള എൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. അപ്പം ഞാൻ കുറച്ചെങ്കിലും രക്ഷപ്പെടും ഗൈസ്. മാല എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടാ? ഈ മാല നമ്മൾ സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാർഡ് കൊണ്ടുപോയാൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് എത്ര ഫണ്ട് കിട്ടുള്ളൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മെഹബ് കാണിക്കുകയാണെന്ന് ആരെങ്കിലും പറയേണ്ട, വിചാരിക്കേണ്ട. നമ്മൾ വേറൊരാളുടെ അധീനതയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തമാണെങ്കിലും നമ്മുടെ തന്നെ സ്വത്താണെങ്കിലും അധീനതയിലുള്ള ഒരു കാര്യം ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് ഉപകാരപ്പെടും എന്ന് ചിന്തിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ വേറൊരാളുടെ പ്രതീക്ഷിക്കാതിരിക്കുക. ഏത് സമയത്ത് ആര് വേണമെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ എന്ന ലിസ്റ്റിൽ നിന്നും ശത്രു ലിസ്റ്റിലേക്ക് മാറാം. മനസ്സിലായോ? സോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കാതെ ഏൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് പറയുന്നത്, അത് നിങ്ങളുടെ തന്നെ സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറ്റുക. അങ്ങനെയുള്ളത് കൊണ്ട് ഇതെങ്കിലും എനിക്ക് കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരയാൻ വന്നത് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാർഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ലായിരുന്നു, നേരെ പോവുമായിരുന്നു ഇത് വെക്കാനും വേണ്ടിയിട്ട്. ഗോൾഡ് കാണിക്കരുത്, പ്രശ്നമാണെന്നൊക്കെ പറയും. ഞാനിതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് കുറച്ച് മുമ്പ് വാങ്ങിച്ചൊരു ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതൊക്കെ ബാങ്കിലായിരുന്നേ. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഈ കുരുവി കൂട് കൂട്ടുക എന്ന് പറയില്ല, എന്ന പോലെ ഓരോ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കുട്ടി വെച്ചിട്ട് എടുക്കുക എന്ന് പറയില്ല, വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത് ബാങ്കിലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ റിക്കവർ ചെയ്ത് എടുത്ത സംഭവങ്ങളാണ്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു സാധനത്തിന് എത്ര കൊല്ലത്തിൻ്റെ പഴക്കമുണ്ടാവുമെന്നറിയോ? അതായത് ഈ പരമ്പരാഗത സ്വത്ത് കൈമാറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കൈമാറി വന്നൊരു സാധനമാണ്. അമ്മ ഏജറ്റുണ്ടായ സമയത്ത് അവരുടെ അമ്മേൻ്റെ അത്ത വാങ്ങിച്ചു കൊടുത്തതാണ്. ആൾ പെട്ടെന്ന് അമ്മ ചെറുതിൽ തന്നെ മരിച്ചുപോയി. ഇതിങ്ങനെ കാതിലിടണ മാട്ടിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ അത് നെക്ലസ് ആക്കി മാറ്റി. അപ്പോൾ അമ്മാൻ്റെ ഉണ്ടായിരുന്നതാണ് ഇത്. കുറേ കാലം അതേപോലെ ബാങ്കിൽ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ എടുത്തതാണ്. അതുകൊണ്ട് ഇതിന് കുറേ അടി കിട്ടിയിട്ടുണ്ട്. ബാങ്കിൽ വെച്ച് ഫുള്ളും നളിങ്ങി. അപ്പോൾ ഈ ഒരു സാധനവും അങ്ങനെ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് ഉപകാരപ്പെട്ടു.
ഏതോ ഒരു മനുഷ്യൻ. എനിക്ക് വലിയ അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നാത്തതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ട് പോലുമില്ല, കേട്ടിട്ട് പോലുമില്ല. എൻ്റെ വല്യപ്പേര് ശരിക്കും പറഞ്ഞാൽ ആ വല്യപ്പ ഏതോ കാലത്ത് ഉണ്ടാക്കി വെച്ചൊരു സാധനം എനിക്കിപ്പോൾ ഉപകാരപ്പെടുന്നു. പിന്നെ അടുത്തത് ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചെയിൻ. അപ്പോൾ അത് ഞാൻ റാനക്കുട്ടീൻ്റെ അഡ്മിഷൻ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിന് ഞാൻ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളത് ബുദ്ധിമുട്ടുകളൊന്നും പുറത്ത് കാണിക്കൂലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. പിന്നെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ വിൽക്കാനും വേണ്ടിയിട്ട്. അതൊക്കെ അവിടെ പോയിട്ട് എത്ര കിട്ടും എന്ത് കിട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇൻഷാല്ലാ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോഴും വീട് വിൽക്കുന്ന ഐഡിയയിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതായത് എൻ്റെ ലൈഫിൽ വേറൊരു ഘട്ടമാണ് ശരിക്കും. ലൈഫിൽ ചേഞ്ച് മാറ്റം എന്നൊന്നല്ല പറയണത്. ഒരു ഘട്ടം അവസാനിച്ചു. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഞാനും എൻ്റെ മക്കളും എൻ്റർ ചെയ്യുന്നത്. സോ ടോട്ടലി വേറൊരാളായിരിക്കും ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ വീടിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ആണെങ്കിൽ പിന്നെയും ആവശ്യം ഉണ്ടാവും കിച്ചണൊക്കെ. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലൊന്നല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ റനക്കുട്ടീൻ്റെ ആ ഒരു അവളുടെ സ്വപ്നം, അതായത് അവളൊന്നും നന്നായി കാണാൻ വേണ്ടിയിട്ട് എനിക്ക് അവൾ ഭാവിയിൽ എന്തെങ്കിലും കൈത്താങ്ങാവും അതൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ചെറുതായിട്ടൊരു ആഗ്രഹമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം റനക്കുട്ടി ഓൾവേസ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കണമെന്നില്ല അമ്മി, എന്തിനാണ് വെറുതെ, ഞാൻ എൻ്റെ 3 മക്കളെ നോക്കി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചോളാന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ചെറിയ 3 മക്കൾ, അതായത് അവളുടെ അനിയത്തി അനിയന്മാരെ അവൾ മക്കളായിട്ടാണ് കാണുന്നത്. എൻ്റെ 3 കുട്ടികളും ഒക്കെ നോക്കിയിട്ട് ഇതായിക്കോളാം. ഞാൻ ഒരു 6-7 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ സ്റ്റേബിൾ ആവുമല്ലോ. ആ സമയത്ത് ഇച്ചു ബേബി ഒരു 7th 8th ഒക്കെ ആയിരിക്കും. അപ്പോൾ അവളുടെ എഡ്യൂക്കേഷൻ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അമ്മ, അതിനെക്കുറിച്ചിട്ട് ടെൻഷൻ ആവണ്ട എന്ന് പറയും. റെസ്പോൺസിബിലിറ്റി അവളുടെ. എനിക്ക് നല്ല സങ്കടം തോന്നും ചില സമയത്തൊക്കെ ഈ ഒരു പ്രായത്ത് ഈ കുട്ടിക്ക് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നിട്ട്. പക്ഷെ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവൾ നല്ല രീതിക്കൊന്ന് പഠിച്ച് നല്ലൊരു പൊസിഷനിൽ നിൽക്കണം, അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടണം, അവൾ ഹാപ്പി ആയിരിക്കണം. കല്യാണം കഴിച്ചൊരു ലൈഫ് കിട്ടണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കല്യാണം എന്നുള്ളതേ അല്ല നമ്മുടെ മക്കളുടെ അൾട്ടിമേറ്റ് ഗോളായിരിക്കേണ്ടത്. അവർ സ്വന്തം കാലിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അവർക്കായിട്ട് തോന്നുന്ന സമയത്ത് അവരൊരു ലൈഫ് ചൂസ് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും ഇതിപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വെറും 8 മാസമായിട്ടുള്ളൂ, തൂങ്ങി മരിച്ചു. ആ ദിവസം തന്നെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഗൾഫിലേക്ക് കയറി പോവുകയും ചെയ്തു. ഒരു ജീവൻ പോയതുകൊണ്ട് അവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവനൊന്നും വിഷമമില്ല, അവനോട് രക്ഷപ്പെടാൻ ചെയ്യുന്നത് എന്താ റിസാന്ന് അങ്ങനെ എന്തോ ഒരു പേരിൽ. ഇതുപോലെ എത്ര എണ്ണം നമ്മൾ കേൾക്കുന്നല്ലേ. സോ പെൺകുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് അറിയിക്കേണ്ട പല കാര്യങ്ങളും ചെറുതിൽ തന്നെ അറിയിച്ചുകൊണ്ട് തന്നെ വളർത്തുക എന്നുള്ളത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും പറയും ഞാൻ എന്താ പെൺകുട്ടികൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത്. ഈ സമൂഹത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്നതും ഒരു വാല്യൂ ഇല്ലാതെ കണക്കാക്കുന്നതും പെൺകുട്ടികൾ എന്നുള്ള വർഗത്തിനോടാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആണുങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല, ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഫിനാൻഷ്യലി എല്ലാമായിട്ടും. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് എപ്പോഴും സ്ത്രീകളോട് എപ്പോഴും ഒരു അനുകമ്പ അതുകൊണ്ടാണ് ഉള്ളത്. നല്ല രീതിക്ക് ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരോട് നല്ല റെസ്പെക്റ്റും ഉണ്ട്, ഇല്ലയെന്നില്ല. ഞാനൊരു വിരോധിയായിട്ട് കണക്കാക്കരുത്. നമ്മുടെ മക്കൾ അവരുടെ ജീവനും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ മാത്രമേ പറയുന്നുള്ളൂ. സോ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക. ആരും ഇല്ലെങ്കിലും, അതായത് ഒരു കാര്യം പറയാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഞാനടക്കം ഇപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴാണോ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുന്നോ അന്ന് മാത്രമേ ഓരോരുത്തരുടെ ജീവിതത്തിലും സമാധാനം കിട്ടുള്ളൂ. ഇന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് വയ്ക്കായിരുന്നു, മറന്നിട്ടില്ല. അതായത് ഒരു പേഴ്സണെ കൊണ്ട് നമുക്കൊരു കുടുംബം തന്നെ സമാധാനത്തോടും ഹാപ്പിയാക്കി ബാക്കിയുള്ളവരൊക്കെ സന്തോഷത്തോടെ അവരുടെ അറ്റ്മോസ്ഫിയർ ഫുള്ളും ചുറ്റും ഫ്ലവേഴ്സ് പോലെ മനോഹരമാക്കി സോഫ്റ്റാക്കി ജീവിപ്പിക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ ഒരൊറ്റൊരു പേഴ്സണ് കാരണം ഒരാളുടെ ജീവിതം തന്നെ താറുമാറാവാനും മക്കളുടെ സമാധാനം പോകാനും മക്കൾക്ക് നല്ലൊരു ഭാവി കിട്ടാതെ പോകാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എന്തുകൊണ്ട് വേറൊരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു? ആ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന പേഴ്സണായി നമുക്ക് മാറിക്കൂടെ? എൻ്റെ മക്കൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പേഴ്സണായി എനിക്ക് മാറാൻ പറ്റും. സോ എനിക്ക് ആ ഒരു പേഴ്സൺ ആയിക്കോടെ. എന്തുകൊണ്ട് ഞാൻ വേറൊരു പേഴ്സണിൽ ആ സന്തോഷം കിട്ടണം, എൻ്റെ മക്കൾക്ക് ആ സന്തോഷം കിട്ടണം, സമാധാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു? കാരണം ഒരാളെയും നമുക്ക് ഈ ഭൂമിയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് മാത്രം നമ്മൾ വിചാരിച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ മറ്റുള്ളവർക്ക് സന്തോഷം സമാധാനവും കൊടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണായി മാറാൻ നിങ്ങൾക്ക് പഠിച്ചോൻ സ്ട്രെങ്ത്ത് തരട്ടെ, അതിനുള്ള മനസ്സ് തരട്ടെ, സാഹചര്യങ്ങൾ തരട്ടെ. നമുക്കെല്ലാവർക്കും കൈയും കാലമൊക്കെ ഉണ്ട്, നമുക്കെല്ലാവർക്കും അധ്വാനിച്ച് ജീവിക്കാനുള്ള സോഴ്സ് ഉണ്ട്. ഭൂമി പരന്നതാണ്. ഈ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു തീരുമാനമേ അല്ല. അതിൽ നിന്നും കടന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ലോകമുണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വഴികളൊക്കെ പലതും വരും. പക്ഷേ ഈ പറയുന്ന ഞാൻ തന്നെ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും കേട്ടോ. ഞാൻ ഒരു കഥ പറയുമൊന്നുമല്ല കേട്ടോ, എൻ്റെ ലൈഫിൽ നിന്നും പഠിച്ച കുറച്ച് പാഠങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്നുണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ശരി, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടും പക്ഷേ വീണു പോകില്ല. അവസാനം എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എവിടെയോ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയായിട്ട് വരും എന്നുള്ളത്. അത് പഠിച്ചോണ്ട് എന്നെ കൊണ്ട് തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. ഞാൻ അപ്പോഴും എനിക്ക് ചുറ്റും ആരെങ്കിലും എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ബട്ട് സപ്പോർട്ടായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ചുറ്റും പറ്റിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് എറപ്പാളികളുണ്ട്. സീരിയസ്ലി ഞാൻ പറയുകയാണ്. ഒരാളുടെ ഒരു സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാതെ, ഇപ്പോൾ വീട് വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനെ യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് ആ ഒരു കുറച്ച് സമയം നമ്മളെ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. എറപ്പാളികളാണ്. അവർക്കൊക്കെ വേറെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ, എന്തിനില്ലേ നമ്മുടെയൊക്കെ ഈ വിഷമങ്ങളിൽ കയറി കളിക്കുന്നത്. അപ്പോൾ സോ ബി കെയർഫുൾ. പ്രോബ്ലമിലുള്ളവരെ കൊടുക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയൊന്നും പെടാതെ നിങ്ങൾക്ക് നിങ്ങൾ മതിയെന്ന് വിശ്വസിച്ച് ജീവിക്കുക. മൊത്തത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്കിൽ ഓടി നടക്കുകയാണ്. കൂടെ തന്നെ എൻ്റെ റാണക്കുട്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാനേ ഉള്ളൂ ചെയ്ത് കൊടുക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പച്ചിലാണ്. നിങ്ങളുടെ എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് എന്നെങ്കിലും എപ്പോഴെങ്കിലും വരാം, ഒരു ഉറപ്പില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. പിന്നില്ലേ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ട്. അതായിരിക്കാം മേ ബി ചിലരങ്ങനെ ചോദിക്കുന്നത്. എൻ്റെ കല്യാണത്തിന് തന്ന ഗോൾഡൊക്കെ വിറ്റു എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ വീണ്ടും ഗോൾഡ് എന്നുള്ളത്? അങ്ങനെ ചിന്തിക്കണ്ട. കാരണം കല്യാണത്തിന് തന്ന ഒരു എന്താ പറയുക, കല്യാണത്തിന് എനിക്ക് വാങ്ങിച്ച ഗോൾഡിൽ ഒരു മോതിരം പോയിട്ട് ഒരു ചെറിയൊരു കമ്മൽ പോലും ബാലൻസ് ഇല്ല. ഇതെല്ലാം ഓരോ ഘട്ടങ്ങളിൽ വിറ്റിട്ട്, ഫസ്റ്റ് ഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ് 11 മാസം കഴിഞ്ഞിട്ടാണ് അത് വിൽക്കുന്നത്. ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഒരു 8 നമ്പർ ഷോപ്പുണ്ട്. ആ ഷോപ്പ് എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വിറ്റതായിരുന്നു. പിന്നെ അതിന് ശേഷം കുട്ടികൾക്ക് കിട്ടിയ ഗോൾഡും പിന്നെ ബാലൻസ് ഉള്ള ഗോൾഡൊക്കെ അതിൻ്റെ ബാക്കിലൊരു ഷോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വിറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഗോൾഡും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ചിലരെങ്കിലും വിചാരിക്കും സിലു യൂട്യൂബിൽ വന്നിട്ട് ആണ് ഏർണിങ്സ് എന്ന്. അങ്ങനെയല്ല, അതിന് മുമ്പേ എൻ്റെ ബ്ലഡിൽ എന്നതാണ് ഗൈസ് ബിസിനസ് എന്ന് പറയുന്നത്. ചെറിയ സ്ഥലങ്ങൾ വാങ്ങി അത് വിറ്റ് അതിൻ്റെ കുറച്ചും കൂടെ ലാഭം ചേർത്തിട്ട് അടുത്ത കുറച്ചും കൂടെ സ്ഥലം, ഇതൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, വലുതൊന്നും അല്ല കേട്ടോ. ഒരു 3 സെൻറ്റ് 2.5 സെൻറ്റ് 1.5 സെൻറ്റ് ഒക്കെ, വലിയ ആഗ്രഹങ്ങളുള്ള ആളൊന്നുമല്ല. ഉള്ളത് വെച്ച് സമാധാനത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 1.5 സെൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് വീടെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ ആ എന്നെയാണ് റബ്ബിപ്പോൾ അധ്വാനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആയിരിക്കാം, എല്ലാമെന്ന് പറയുന്നില്ല, ഇത്രയും നല്ലൊരു സ്റ്റേജിൽ തന്നെയാണ് അൽഹംദുലില്ലാഹ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആണ്. അത് എൻ്റെ മാത്രം പ്രോബ്ലംസ് അല്ല കേട്ടോ. ഞാനീ പറയുമ്പോൾ ഞാനെന്തോ ആർഭാടമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കടങ്ങൾ വരുത്തി വെച്ച് വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ച ഒരാളല്ല.
മക്കൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. പിന്നെ ഭാവിയിൽ ഏൺ ചെയ്ത് മക്കളെ നല്ല രീതിയിൽ ജീവിപ്പിക്കുക, അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണിച്ച ഈ ഗോൾഡെല്ലാം തന്നെ ആ ഒരു മാല, എൻ്റെ അമ്മാൻ്റെ മാല ഒഴികെ ബാക്കിയെല്ലാം തന്നെ അൽഹംദുലില്ലാഹ് എൻ്റെ ഒരു അധ്വാനത്തിൽ നമ്മൾ പിന്നീട് വാങ്ങിച്ച സാധനങ്ങളാണ്. അതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. ഞാൻ അന്ന് ആ ഒരു പൊട്ടത്തരം കാണിക്കാത്തതുകൊണ്ട് മാത്രം. ഓൾറെഡി എല്ലാ പൊട്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. എൻ്റേത് മാത്രമായിട്ട് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വേറെയിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ബുദ്ധിമുട്ടുന്നത്. പക്ഷേ ഈ ഗോൾഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കീഴിലായതുകൊണ്ടും എനിക്കിന്ന് വാങ്ങി വെച്ചതുകൊണ്ടും മക്കളുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് മാത്രം ഇപ്പോൾ അത് എനിക്ക് ഉപകാരപ്പെട്ടു. ഇത് പറയാനാണ് വന്നത്. അല്ലാതെ കല്യാണത്തിന് തന്ന ഗോൾഡ് അങ്ങനെ സൂക്ഷ്മമായിട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ വെക്കുന്നതൊന്നല്ല. അതിൽ നിന്നൊരു കമ്മൽ പോയിട്ട് 1 ഗ്രാം പോലും ഇല്ല. എല്ലാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവർക്കും കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയറും അന്തസ്സും അഭിജാത്യമുള്ള ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒക്കെ വിറ്റിട്ടുണ്ട്. സമ്പാദ്യം മാത്രമല്ല പോയത്, ആരോഗ്യം അതിൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, സാധാരണ ഒരു മനുഷ്യന് ബേസിക്കായിട്ട് കിട്ടേണ്ട ഉറക്കം, ഭക്ഷണം, ചിരി, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആവരുത്, അതാണ് ഇപ്പോൾ പറയാൻ വന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഒരു ഒറ്റയ്ക്ക് ഇതോടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒക്കെ ആയിപ്പോവും. അപ്പോൾ ശരി, പ്രശ്നമൊന്നുമില്ല, നമ്മൾ റെഡിയായി വരും ഇൻഷാ അല്ലാഹ്. നിങ്ങളെയൊക്കെ ഞാൻ പല സമയത്തും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. താങ്ക് യു.